രണ്ട് കാലുകൾ കൊണ്ട് നിൽക്കാൻ കഴിയാത്തവൻ വടിയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ദൈവത്തെ ആരാധിച്ചതിന്റെ പിന്നില് ഒരു അനുഗ്രഹ കൈമാറ്റം നടക്കുകയായിരുന്നു. ജോസഫിന്റെ മേൽ വന്ന അനുഗ്രഹം അടുത്ത തലമുറക്കാരുടെ മേൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവൻ തലയിൽ കൈവയ്ക്കുക മാത്രമല്ല, അവൻ വടിയും ചാരി നിന്ന് ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ നിന്റെ കാലുകളുടെ ബലമല്ല ഇവിടുത്തെ വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തില് യാക്കോബിന്റെ ഹിസ്റ്ററി ഒത്തിരി ഉണ്ട്. ഏറ്റവും ഒടുവില് യാക്കോബിനെ കാണാൻ ജോസേഫ് കടന്നു വരികയാണ്. ജോസേഫ് ആരായിരുന്നുവെന്ന് മിസ്രൈമിന്റെ മന്ത്രി ഇവൻ മരിച്ചുപോയെന്നാണ് യാക്കോബ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അവൻ മരിച്ചില്ല. എന്റെ മോനെ നിങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടാലും, എന്റെ മോനെതിരായിട്ട് നിങ്ങൾ കള്ളക്കേസ് കൊടുത്താലും, എന്റെ മോനെതിരായിട്ട് നിങ്ങൾ എന്തൊക്കെ കൂട്ടം കൂടിയാലും എന്റെ മോന്റെ കൂടെ ദൈവമുണ്ടെന്ന് യാക്കോബ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ മോൻ തിരിച്ചു വന്നു. മിസ്രൈമിൽ നിന്ന് അപ്പനെ കാണാൻ വേണ്ടിയിട്ട് യാക്കോബിന്റെ അടുക്കലേക്ക് കടന്നുപോയി. അപ്പം ജോസഫിന്റെ 2 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. ആ പിള്ളേരെ അനുഗ്രഹിക്കാൻ തുടങ്ങിയ സമയത്തില് ജോസഫ് പറഞ്ഞു, ഈ കുട്ടികളെ വാഗ്ദത്ത പ്രകാരം അനുഗ്രഹിക്കണം. പക്ഷെ യോസേഫിന്റെ മനസ്സിനകത്ത് ഒരു ചിന്ത, പിള്ളേര് അപ്പച്ചന്റെ അടുക്കൽ, ഉപ്പാപ്പന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അപ്പന്റെ അടുക്കലേക്ക്, അപ്പൂപ്പന്റെ അടുക്കലേക്ക് പോയിരിക്കുന്നത് റൂട്ട് മാറിയാണ് പോകുന്നത്. അപ്പോ യാക്കോബ് മനസ്സുകൊണ്ട് പറഞ്ഞു, എന്റെ ജോസഫേ, നിനക്ക് ഭരിക്കാൻ അറിയാം, നിനക്ക് അനുഗ്രഹിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് അനുഗ്രഹിക്കാൻ നന്നായിട്ട് അറിയാം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിനക്ക് ഭരിക്കാൻ അറിയാം, മിസ്രൈമിനെ ഭരിക്കാൻ അറിയാം, ഭരണകാര്യത്തിൽ അറിയാം. പക്ഷേ എനിക്കുണ്ടല്ലോ, ഭരിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് അനുഗ്രഹിക്കാൻ അറിയാം. ആ കയ്യെ പിണച്ചു വെച്ചങ്ങ് അനുഗ്രഹിച്ചു. പിണച്ചു വെച്ചു. മനുഷ്യയുടെ മേൽ വരേണ്ടുന്ന കൈ മനുഷ്യയുടെ മേൽ തന്നെ കടന്നു വന്നു. ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ യാക്കോബ് അങ്ങനെ അവനെ ഒന്ന് അനുഗ്രഹിച്ചിട്ട്, ഇപ്പൊ ചുമ്മാ ഈ വയസ്സാം കാലത്ത് ചാവാൻ കിടക്കുന്ന ഞാൻ ഇവരുടെ തലയിലൊന്ന് കൈവച്ചത് കൊണ്ട് മാത്രമായിട്ടില്ല. വാഗ്ദത്വം എന്റെ ചെറുകുട്ടികളുടെ മേൽ വരണമെന്ന് മനസ്സിലാക്കി കൈവച്ച് അനുഗ്രഹിക്കുക മാത്രമല്ല താൻ ചെയ്തത്. അന്ന് തനിക്ക് എണീറ്റ് നടക്കണമെങ്കിൽ ഒരു വടിയുടെ സഹായം വേണം. കാരണം അത്രയും വാർദ്ധക്യത്തിലേക്കായി, അത്രയും വയസ്സായി. അനുഗ്രഹിക്കാൻ കൈയുണ്ടെങ്കിലും നടക്കാനായിട്ടൊരു വടിയുടെ സഹായം കൂടെ വേണം. ഇരുന്ന യാക്കോബ് മെല്ലെ ഒന്ന് എഴുന്നേറ്റു. ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഈ വടിയെടുത്ത് കുത്തി ഒരു ഊന്നു കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് ദൈവത്തെ ആരാധിച്ചോ. രണ്ട് കാലുകൾ കൊണ്ട് നിൽക്കാൻ കഴിയാത്തവൻ വടിയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ദൈവത്തെ ആരാധിച്ചതിന്റെ പിന്നില് ഒരു അനുഗ്രഹ കൈമാറ്റം നടക്കുകയായിരുന്നു. ജോസഫിന്റെ മേൽ വന്ന അനുഗ്രഹം അടുത്ത തലമുറക്കാരുടെ മേൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവൻ തലയിൽ കൈവയ്ക്കുക മാത്രമല്ല, അവൻ വടിയും ചാരി നിന്ന് ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ നിന്റെ കാലുകളുടെ ബലമല്ല ഇവിടുത്തെ വിഷയം, നിന്റെ മനസ്സിൻ്റെതായുള്ള പ്രശ്നങ്ങളല്ല ഇവിടുത്തെ വിഷയം, നിന്റെ ശരീരത്തിന്റെ രോഗമല്ല ഇവിടുത്തെ വിഷയം. ഏത് വിധത്തിലും എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയപ്പെടുമെങ്കിൽ അനുഗ്രഹത്തിന്റെ കൈമാറ്റം നടക്കുകയാണ്.